മലയോരത്ത് കാട്ടുപന്നിയുടെ ആക്രമണം ഒറ്റ ദിവസം കൊണ്ട് നശിപ്പിച്ചത് 150ഓളം കവുങ്ങുകൾ. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. മലയോരത്ത് കാട്ടുപന്നിയുടെ ആക്രമണം ഒറ്റ ദിവസം കൊണ്ട് നശിപ്പിച്ചത് 150ഓളം കവുങ്ങുകൾ. മലയോര പ്രദേശത്തെ കർഷകർക്ക് കാട്ടുമൃഗശല്യത്തിൽ നിന്നും മോചനമില്ല. ചെറുപുഴ പഞ്ചായത്തിൽപ്പെട്ട താബോറിൽ കൂട്ടുങ്കൽ ദേവസ്യ എന്ന കർഷകന്റെ കൃഷിയിടത്തിൽ കാട്ടുപന്നികൾ കൂട്ടമായി എത്തി 3 വർഷം പ്രായമായ 150ഓളം കവുങ്ങൻ തൈകളാണ് നശിപ്പിച്ചത്. വളരെ ശാസ്ത്രീയമായി നട്ടു വളർത്തിയ നല്ല ആരോഗ്യമുള്ള കവുങ്ങൻ തൈകളാണ് നശിച്ചത്. ഇതിനു മുൻപും കാട്ടുമൃഗശല്യത്തിൽ ഇവിടെ കാർഷിക വിളകൾ നശിച്ചിരുന്നു. കൃഷിയിടത്തിലെ 2 ഏക്കറോളം സ്ഥലത്ത് അവശേഷിക്കുന്ന കവുങ്ങൻ തൈകൾ സംരക്ഷിക്കാൻ ഏറുമാടം കെട്ടി കാവലിരിക്കുകയാണ് കർഷകൻ. പന്നികത്തിന് രാത്രി ഒരു 10 മണിത്തിന് പട്ടിക്കറിക്കത്തിന് പന്നി വന്ന് എനിക്കറിയാം. അപ്പം പിന്നെ ഞാനങ്ങനെ ഒരു സ്മെല്ല് വരാമെങ്കിൽ ഞാൻ ഉടനെ വഴി കയറി വന്നിട്ട് ഒരു പാളയെല്ലാം എടുത്തിട്ട് കൊട്ടി ഒച്ചയ്ക്ക് ഉണ്ടാക്കി. എന്നിട്ട് ഒരു മരത്തിന് മുകളിൽ കയറി കുറേ നേരം ഇരുന്നു. ഇതിൽ തന്നെ അതിന് എന്നെ മണം അടിച്ചാന്ന് തോന്നുന്നു. അതിന് വട്ടം പറഞ്ഞ് പാസ് ചെയ്ത് കടന്നുപോയി. 150 മേലെ കവുങ്ങ് ഇവിടെ ഇപ്പോൾ എനിക്കിത് 370 കവുങ്ങ് ഞാൻ വെച്ചതാണ് മൊത്തം. ഇപ്പോൾ ഉള്ള ദേശം ഏകദേശം 90-100 കവുങ്ങിന് അടുത്ത് കവുങ്ങേ ഉള്ളൂ. ബാക്കി കവുങ്ങുകളും തീർന്നു. വൻതോതിലുള്ള വന്യജീവി ആക്രമണം ഉണ്ടായത്. ഇപ്പോൾ പന്നിയുടെ 2-3 ദിവസത്തെ ആക്രമണം മൂലം ഏകദേശം 150ഓളം കവുങ്ങൻ തൈയാണ് ഇവിടെ നഷ്ടപ്പെട്ടത്. അപ്പോൾ മെമ്പർ മുൻകൈ എടുത്തുകൊണ്ട് എംപാനൽ ഷൂട്ടർമാരെ മുമ്പ് കൊണ്ടുവന്നുവെങ്കിലും ഇപ്പോൾ അതിനുള്ള പരിമിതിയുണ്ട്. കാരണം ഇലക്ഷൻ പ്രഖ്യാപിച്ചത് മൂലം എംപാനൽ ഷൂട്ടർമാരുടെ എല്ലാ തോക്കുകളും സറണ്ടർ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടാണുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ എംപാനൽ ഷൂട്ടർമാരെ കിട്ടാത്ത അവസ്ഥയാണുള്ളത്. അപ്പോൾ ഈ വന്യജീവി ആക്രമണം നമ്മുടെ ചെറുപുഴ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരന്തമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ 150 കവുങ്ങൻ തൈ എന്ന് പറഞ്ഞാൽ 3 വർഷം വളരെ നല്ല രീതിയിൽ പരിപാലിച്ചു വരുന്ന കവുങ്ങൻ തൈയാണ്. നല്ല കവുങ്ങൻ തൈയായിരുന്നു. ഇത് നന്നായി പണിയെടുത്ത് സംരക്ഷിച്ചുകൊണ്ടിരുന്ന കവുങ്ങായിരുന്നു. 350ഓളം കവുങ്ങൻ തൈ വെച്ചെടുത്തെങ്കിൽ ഇപ്പം 100 താഴെ കവുങ്ങുകളെന്നാണ് പറഞ്ഞത്. ബാക്കി കവുങ്ങ് മുഴുവൻ ഈ കാട്ടുപന്നിയുടെ ആക്രമണത്താൽ നശിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ മലയോരത്ത് കുറെ കാലങ്ങളായിട്ട് നമുക്കറിയാം കാട്ടുപന്നിയുടെ ശല്യം വ്യാപകമാണ്. ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങളും ഒക്കെ ആളുകൾ കൃഷിക്കാർ പറഞ്ഞെങ്കിൽ പോലും അതിന് ഫലപ്രദമായ നടപടി സ്വീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ചെറുപുഴ പഞ്ചായത്ത് മെമ്പർ PJ ജോസ്, ചെറുപുഴ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ എന്നിവർ സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടം വിലയിരുത്തി. പഞ്ചായത്ത് മെമ്പർ ഇടപെട്ട് എംപാനൽ ഷൂട്ടർമാരെ വെച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ തോക്കുകൾ സറണ്ടർ ചെയ്തിട്ടാണുള്ളത്. ലക്ഷങ്ങളുടെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നും നഷ്ടപരിഹാരം നൽകാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചുവെന്നും കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ പറഞ്ഞു. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.